ഹായ് കരീം, നമ്മളിതുവരെ അഭിപ്രായപ്പെട്ടതിലേ നമ്മൾ പറയാത്ത പ്രധാനപ്പെട്ട ഒരു മണ്ഡലമുണ്ട്, കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂര്. എന്താണ് അവിടുത്തെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം? ആര് വിജയിക്കോടെ? ബേപ്പൂർ മണ്ഡലം പരമ്പരാഗതമായിട്ട് ഇടതുപക്ഷത്തിന് ആധിപത്യമുള്ള ഒരു മുൻതൂക്കമുള്ള മണ്ഡലം തന്നെയാണ്. അപ്പോൾ കഴിഞ്ഞ 2021 അവിടെ മത്സരം 27,000-ഓളം അധികം വരുന്ന വോട്ടിനാണ് റിയാസ് അവിടെ ജയിച്ചിട്ടുള്ളത്, മുഹമ്മദ് റിയാസ്. അതുകൊണ്ട് തന്നെ ഇത്തവണ PV അൻവർ വന്നതോട് കൂടിയിട്ട് കൂടുതൽ ശ്രദ്ധാകേന്ദ്രമായിട്ടുണ്ട് മണ്ഡലം. പക്ഷെ അൻവറിൻ്റെ മുൻകാല ചരിത്രങ്ങൾ വെച്ച് നോക്കുമ്പോൾ അൻവർ അത്ര നിസ്സാരക്കാരനല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം അൻവർ എങ്ങനെ ഒരു മണ്ഡലം കളിക്കണമെന്നും ജയിക്കണമെന്നും മണ്ഡലം പിടിച്ചെടുക്കണമെന്നെല്ലാം എല്ലാ കളികളും പാറ്റിയിട്ട് തന്നെയാണ് നിലമ്പൂരിൽ നിന്നും ബേപ്പൂരിലേക്ക് വണ്ടി കയറിയിട്ടുള്ളത്. പക്ഷെ എന്നാൽ അൻവർ ആ മണ്ഡലം അട്ടിമറിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ അത്ര അട്ടിമറിയിലേക്ക് എത്തിക്കാൻ കഴിയുന്ന സാഹചര്യം നിലവിലുണ്ടെന്ന് തോന്നുന്നില്ല. എന്നാലും പരമ്പരാഗതമായിട്ട് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തിരുന്ന ന്യൂനപക്ഷ വിഭാഗത്തിൽ പെട്ടവരുടെ 5% കുറയാത്ത വോട്ട് പിടിക്കാൻ അൻവറിന് കഴിയും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രത്യേകിച്ച് പാരമ്പര്യമായിട്ട് ഇടതുപക്ഷത്തിനോട് കൂടെ നിൽക്കുന്ന ഒരു മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ഒരു പ്രമുഖ സംഘടനയുടെ ആശീർവാദത്തോട് കൂടിയിട്ടും പിന്തുണയോട് കൂടിയിട്ടുമാണ് അൻവർ അവിടെ എത്തിയിട്ടുള്ളത്. അവരൊപ്പം തന്നെ മറ്റ് ചില പാർട്ടികളിൽ നിന്നും ചെറിയ രൂപത്തിലേക്കുള്ള വോട്ട് കൂടി സമാഹരിക്കാൻ അൻവറിന് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒപ്പത്തിനൊപ്പം എത്തുന്ന രൂപത്തിലേക്ക് വന്നേക്കാം. എന്നാൽ വളരെ നേരിയ മുൻതൂക്കം റിയാസിനുണ്ട് എന്ന് തന്നെയാണ്